തമിഴ് മൂവീസ് ഒക്കെ ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഫുഡിന്റെ കാര്യത്തിലൊക്കെ? അവിടെ തമിഴ്നാട്ടിൽ വന്നിട്ടാണ് പൊങ്കൽ എന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടുപിടിച്ചല്ലേ, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ടേസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു സിനിമയ്ക്ക് പോയപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിച്ചു ഭയങ്കര ഇഷ്ടമായി. എൻ്റെ അമ്മ ഉണ്ടാക്കാൻ നോക്കി, ഭയങ്കര ഫ്ലോപ്പായി. എന്നിട്ട് ഞാൻ കഴിച്ചില്ല. ചില റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ നമ്മൾ നോക്കി വെക്കത്തില്ലേ, അവിടെ ഇന്ന ടൈപ്പ് ഡിഷസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ടൈപ്പ് ഡിഷസ് ഭയങ്കര ടേസ്റ്റിയാണ്, അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി പോവാം, അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും കൂടെ വിളിച്ചിട്ട് പോവാം, അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോട്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ കൊച്ചിയിലും കുറേ നാൾ നിന്ന് കാണാനൊക്കെ, അപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ ചില സ്പെഷ്യൽ പ്ലേസസ് ഉണ്ടോ അങ്ങനെ? ഇവിടെ കുറച്ചും കൂടി ഫുഡിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലമാണ്. വേറെ ഏരിയ ബിരിയാണി അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ഞാനും ഫാമിലി ഇടയ്ക്കിടയ്ക്ക് പോകും, ഫർസ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. പിന്നെ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് പോവില്ല, കുറേ ക്യാഫേസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ പോവുക ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പറയണ്ട അമ്മ കേട്ടാ കഴിഞ്ഞു. അനിക്കയ്ക്ക് എന്താണ് റൈസിൽ ഇപ്പം അതിൻ്റെ കൂടെയുള്ള കറീസ് ഒക്കെ എന്താ ഇഷ്ടം? നാടനാണേ? ചോറ് ഇഷ്ടമല്ല. ചോറ് ഇഷ്ടമല്ലേ? എൻ്റെ അപ്പം എന്താ ഫേവറേറ്റ്? എന്താ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഫുഡല്ലേ, കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഇഷ്ടം. ചോറ് എന്ന് പറഞ്ഞാൽ വീട്ടിലിപ്പം ഒന്നും ഇഷ്ടമല്ലേ? വീട്ടിലുണ്ടാക്കുന്ന എനിക്ക് അമ്മേനെ സാമ്പാർ ഇഷ്ടമാണ്. അതല്ലാതെ ചോറ് സാമ്പാർ ഇഷ്ടം. എനിക്ക് ചോറ് അച്ചാറും കൂടി ഭയങ്കര ഇഷ്ടം, ചോറും തൈര് അച്ചാറും. അപ്പം ഈ പുറത്തുള്ള ഫുഡിനോടുള്ള ആ ഒരു ഇഷ്ടം, ഈ പുതിയ പുതിയ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യുക, അമ്മേൻ്റെ ഞാൻ കുറേ കാലമായിട്ട് കഴിക്കണേ. അപ്പം അമ്മയോട് ഇനിയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ മറ്റേ യൂട്യൂബ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ ഉണ്ടാക്കുന്നുണ്ടോ? എല്ലാം കുളമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലാണ്. ആൻറ്റി ഒന്ന് ഇവിടെ നിന്ന് വിളിച്ച് നിർത്തായിരുന്നു നമുക്ക്. ഇനിയിപ്പോൾ ഈ ഉള്ളത് കൂടി ഉണ്ടാവില്ലായിരിക്കും. വെച്ചേക്കാലേ നല്ല ഇരുണ്ടാവും കേട്ടോ. ഇപ്പോൾ അമ്മ ഉണ്ടാക്കിയതാ തോന്നുന്നു. മിക്സ്ചർ വേണോ? മിക്സ്ചർ ദോശൻ്റെ കൂടെ ഒക്കെ അതെൻ്റെ ഏട്ടൻ ഉണ്ടാക്കിയതാണ്. മിക്സ്ചർ ചോറിൻ്റെ കൂടെ, മിക്സ്ചർ ദോശ എല്ലാതും മിക്സ്ചറിൻ്റെ കൂടെ ഏട്ടൻ കഴിക്കിടയ്ക്ക്. മിക്സ്ചർ ഇത്രയും ഒരു സംഭവമായി മാറിയത് ഇവിടെ ആയിരിക്കും മിക്കവാറും. അതുകൊണ്ട് അമ്മ ഇവിടെ കൊണ്ടുവരില്ല മിക്സ്ചർ, ഏട്ടൻ ഫുഡ് എടുത്ത് കഴിക്കും. ഏട്ടനെ പരിചയപ്പെടേണ്ട ഒരാളായിരുന്നു സത്യം. ഏട്ടൻ എന്നെക്കാളും ഫുഡിന് ഭയങ്കര പ്രാന്തുള്ള ഒരാളാണ്. അപ്പോൾ ഫുഡിന് താല്പര്യമുണ്ട്. എനിക്ക് ഫുഡിന് താല്പര്യമുണ്ട്, പക്ഷെ ഇങ്ങനെ ദോശ അതൊന്നുമല്ല. പുതിയ പുതിയ ടൈപ്പ് ഐറ്റംസ് ഒക്കെ അല്ലേ, ഇപ്പോൾ നോർമലി ഇന്ത്യൻ കുസീനിൽ ഇല്ലാത്തൊരു സംഭവങ്ങൾ ഉണ്ടാവില്ലേ. നോർത്ത് ഡിഷസ് ആണോ? നോർത്ത് ഡിഷസ് അല്ല, നോർത്ത് ഡിഷസും പിന്നെ പുറത്തുള്ള ഡിഷസും എനിക്ക് ഭയങ്കര ഇഷ്ടം. ലൈക്ക് ട്രൈ ചെയ്യാം. അറബി എനിക്ക് വലിയ താല്പര്യമില്ല, അത്ര സ്പൈസി ഭയങ്കര സ്പൈസിയും കുറേ ചിക്കൻ്റെ യൂസ് ഒക്കെ ഉണ്ട്, എനിക്കത് വലിയ ഇഷ്ടമല്ല. വേറെ കുറേ ലൈക്ക് തായ് ഫുഡും അങ്ങനെയൊക്കെ എനിക്കിഷ്ടം. പിന്നെ ഇങ്ങനെ പുറത്ത് ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ മെനു ആണ്, അതൊക്കെ നല്ലതില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കുക. കൊള്ളാട്ടോ.